ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ മാറ്റങ്ങൾക്കാണ് ജൂലൈ മാസം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇറാൻ യുദ്ധം മൂലമുണ്ടായ ആഗോള പ്രതിസന്ധികളും മൺസൂൺ വൈകിയതും രാജ്യത്തെ ചെറിയ രീതിയിലല്ല ബാധിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് സാധാരണക്കാരന്റെ വരുമാനത്തെ ബാധിക്കുന്ന പുതിയ സാമ്പത്തിക നിയമങ്ങളും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്ന ഭരണപരമായ നീക്കങ്ങളും ഈ മാസം നടക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. വരാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനവും ഈ മാസത്തിലെ നിർണായക ചർച്ചാ വിഷയങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ ലോകം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കൾക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാന പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടുമുൻപ് തന്നെ ഈ മാറ്റങ്ങൾ ഉണ്ടായേക്കും. ജൂലൈ മാസം ആദ്യ ദിവസം മുതൽ തന്നെ ചില പ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നവയാണ് ഇതൊക്കെയും. ഇതിൽ ആദ്യത്തേത് ആധാർ ലിങ്ക്ഡ് ഇമെയിൽ സൗകര്യമാണ്. ഇമെയിൽ ID ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള സൗകര്യം യാതൊരുവിധ ചാർജുകളും ഇല്ലാതെ ലഭ്യമാകും. റെയിൽവേ ബുക്കിംഗിലെ മാറ്റങ്ങളാണ് രണ്ടാമത്തേത്. യാത്രക്കാർക്ക് ടിക്കറ്റ് പ്ലാനിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി റെയിൽവേ തങ്ങളുടെ ബുക്കിംഗ് രീതികളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബാങ്കിംഗ്, ക്രെഡിറ്റ് കാർഡ് നിയന്ത്രണങ്ങളാണ് മൂന്നാമത്തേത്. ബാങ്കിംഗ് ഇടപാടുകളിലും ക്രെഡിറ്റ് കാർഡിന്റെ പ്രവർത്തനങ്ങളിലും പുതിയ ഭേദഗതികൾ വരികയാണ്. തെറ്റായ രീതിയിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് തടയിടാൻ കടുത്ത സുരക്ഷാ നിർദ്ദേശങ്ങളാണ് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ജൂലൈ ആദ്യവാരത്തോടെ മൺസൂൺ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇത് കാർഷിക മേഖലയ്ക്ക് ആശ്വാസമാകുമെങ്കിലും വെള്ളപ്പൊക്കവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ളത് സർക്കാരിന് വെല്ലുവിളിയാണ്. അതേസമയം ലക്ഷക്കണക്കിന് നികുതിദായകർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതിയാണ് ജൂലൈ 31. കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് പോർട്ടലിൽ ഉണ്ടായ സാങ്കേതിക തകരാറുകൾ ഡെഡ്ലൈൻ സെപ്റ്റംബർ വരെ നീട്ടുന്നതിന് വഴിയൊരുക്കിയിരുന്നു. ഈ വർഷം അത്തരം വീഴ്ചകൾ ഉണ്ടായാൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കേന്ദ്രം വലിയ ജാഗ്രതയിലാണ്. അതോടൊപ്പം ജൂലൈ മധ്യത്തോടെ കൂടുന്ന GST കൗൺസിൽ യോഗം ടാക്സ് സ്ലാബുകളിലെ ചില പ്രധാന പരിഷ്കാരങ്ങളും ചർച്ചയാവും. ഇതിനു പുറമെ വരാൻ പോകുന്ന മൺസൂൺ സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനെതിരെയും രാമക്ഷേത്ര ഫണ്ട് വിവാദം, പണപ്പെരുപ്പം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ നേരിടാൻ പ്രതിപക്ഷവും തയ്യാറാണ്. അതായത് വരും ദിവസങ്ങളിലെ സാമ്പത്തിക തീരുമാനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഈ വർഷത്തെ ബാക്കി കാലയളവിലെ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.